Good afternoon. Good afternoon. Good afternoon, ma'am. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ അഖില ലോകങ്ങൾക്കും മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിന്നേകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിന്നേകാധിപനേ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർതൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. താങ്ക് യു മാം. Okay, fine. ഇനി എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? Ma'am, thought of the day? Yes, please. Take first step in faith. You don't have to see the whole staircase. Just take the first step. Martin Luther King. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ എവിടെ വരെയായിരുന്നു? എന്തായിരുന്നു എടുത്തിരുന്നേ? മാം, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിനെ പറ്റിയിട്ടാണ് ഇനി ക്ലാസ് എടുക്കേണ്ടത്. ആരെങ്കിലും നോക്കി വരുന്നുണ്ടെങ്കിൽ അന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് എടുക്കാൻ റെഡിയാണോ? ഞാൻ മുഴുവനായിട്ടില്ല, ജസ്റ്റ് ഞാൻ ഇപ്പൊ നോക്കിയതാണ്. ഒരു ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ് വരെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഒന്നും വായിച്ചു നോക്കിയില്ല. ആ ഒരു 3-4 കാര്യങ്ങളില്ലേ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിന്റെ 4 കാര്യങ്ങൾ. പറയട്ടെ മാം? ആ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. കുട്ടികളിലെ വൈകാരികവും ആത്മീയപരമായ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. Montessori believed that the child possesses within him at birth the sense that respond to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli from people when he communicates with them. ഇതില് മോണ്ടിസോറി പറയുന്നത്, മോണ്ടിസോറി വിശ്വസിക്കുന്നു, അതായത് കുട്ടികളിൽ ജനിക്കുമ്പം തന്നെ അവരുടെ ഉള്ളില് അവരുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ സറൗണ്ടിങ്ങിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം അവരുടെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട് എന്നാണ് മോണ്ടിസോറി വിശ്വസിക്കുന്നത്. അത് എങ്ങനെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എൻവയോൺമെന്റിലൂടെ, അവർക്ക് ചുറ്റുപാടിലൂടെ ആണ് അവർ ഏത് രീതിയിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് ഇമോഷണൽ എന്ന് പറഞ്ഞാൽ, എമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരെ വൈകാരികപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവർ പഠിക്കുന്നതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ്. സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആത്മീയപരമായിട്ടുള്ള ഡെവലപ്മെന്റ്, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അതിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും അവർ പഠിക്കുന്നതാണ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇമോഷണൽ ഡെവലപ്മെന്റും സ്പിരിച്വൽ ഡെവലപ്മെന്റും ഒക്കെ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെയാണ് അവർ ബിഹേവ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ചുറ്റുപാടിൽ നിന്ന് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത്. സ്പിരിച്വൽ ആണെങ്കിൽ അവരെ നമുക്ക് കഥകളിലൂടെയും
അതുപോലെ ഓരോ മതങ്ങൾക്കായാലും ഏത് മതങ്ങളുടെ ആയാലും അവരുടെ മൂല്യം എന്ന് പറയുന്നത് കരുണ, സ്നേഹം, ക്ഷമ, സത്യം എന്നിവ ഏത് മതക്കാരായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ മൂല്യങ്ങൾ അവരെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതിലൂടെയാണ് അവരുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റും. അത് എങ്ങനെയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിന്റെ 4 ഭാഗങ്ങളാണ് പേജ് 98 കൊടുത്തിട്ടുള്ളത്. ലേണിംഗ് through social interaction, sense of mutual responsibility, role of adult, and development of moral values. First one, learning social interaction. It is during the interaction with his classmates in the Montessori environment that a child comes across experience which helps him to develop emotional maturity. Through the activity in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. അതായത് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവരുടെ ഏജ് എന്ന് പറയുന്നത് 230 to 6 ആയിരിക്കുമല്ലോ. അപ്പൊ അവര് പലതരം ഏജ് ഗ്രൂപ്പ്സിലുള്ള കുട്ടികളാണ് അവിടെ മിങ്കിൾ ചെയ്യുന്നത്. അതിനുള്ള എൻവയോൺമെന്റ്സും അവർക്കുണ്ട്. അവർക്ക് പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സ് കൊടുക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികൾ ഇമോഷണൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നു. അതിലൂടെ കുട്ടികൾ എന്ത് പഠിക്കുന്നു? സോഷ്യബിലിറ്റി പഠിക്കുന്നു, ഗുഡ് മാനേഴ്സ് പഠിക്കുന്നു, ഹൗ ടു ബി കൺസിഡറേറ്റ് അതേഴ്സ്, എങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കാം എന്ന് പഠിക്കുന്നു, ഷെയറിങ് പഠിക്കുന്നു. ഇതൊക്കെ അവര് ആ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ പഠിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാത്തമായ ഒരു സംഭവമാണ് ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. രണ്ടാമത്തത് സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ എ നീഡഡ് പാർട്ട് ഇൻ ദിസ് ഏരിയ. സോ ചിൽഡ്രൻ നീഡ് ടു ബി allowed to help one another, which will help to develop the feeling of empathy in them. The vertical grouping, the system of putting children of ranging age groups in one class, allows the connection between younger children to elder ones and vice versa. This gives the elder to help the youngsters and also to sense role model to them. സെയിം സംഭവം തന്നെയാണ് പറയുന്നത്. മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അതിലൂടെ തന്നെ ഒരു കുട്ടി മറ്റുള്ള കുട്ടിയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം. അതുപോലെ അതിൽ നമ്മളിപ്പം മോണ്ടിസോറി എൻവയോൺമെന്റ് നോക്കുകയാണെങ്കിൽ തന്നെ അവർ ഇഷ്ടമുള്ള അപ്പാരറ്റസ് എടുത്തിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരെ എടുക്കുകയാണെങ്കിൽ അത് ക്ഷമയോടെ കാത്തു നിന്ന് അത് തിരിച്ചു വാങ്ങിക്കാനുള്ള അവരുടെ ക്ഷമയും, അതുപോലെ ഒന്ന് ചെയ്യാണ് മറ്റുള്ളവർക്കും കൂടി അത് ചെയ്തു കൊടുക്കാനുള്ള അവരുടെ ഷെയറിങ് മെന്റാലിറ്റിയും കോപ്പറേഷൻ മെന്റാലിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാണ് ആ എൻവയോൺമെന്റിലൂടെ. അതുപോലെ എൽഡേഴ്സ് യങ്ങേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, റെസ്പെക്ട്, എൽഡേഴ്സ് യങ്ങേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, യങ്ങേഴ്സ് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ആ ഒരു എൻവയോൺമെന്റ് വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മോണ്ടിസോറി അതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ റോൾ ഓഫ് അഡൽട്ട്, കുട്ടികളുടെ ഈ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അഡൽട്ടിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവര് ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ ഒരു ഷൗട്ടിങ് എന്ന രീതിയിൽ അവരോട് തിരിച്ച് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ വരും. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ചിൽഡ്രൻ ഷുഡ് ബി ട്രീറ്റഡ് ഇൻ എ ലവിങ് ആൻഡ് കെയറിങ് വേ. അവരുടെ സ്നേഹത്തോടു കൂടിയും അവരോട് കെയർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരോട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. വെനെവർ ചിൽഡ്രൻസ് മേക്ക് മിസ്റ്റേക്ക് ദേ ഷുഡ് നോട്ട് ബി chided or treated severely unless they are disturbing or destructive. അവരെ ഒരു ശകാര രീതിയിൽ, ഒരു സിവിയർ ആയിട്ടുള്ള രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യാതെ അവരോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. അവരെ ലവിങ് ആൻഡ് കെയറിങ് ആയിരിക്കും അവരോട് എപ്പോഴും. Adults should behave using the knowledge that children have the ability to feel love and be attracted to the people who behave lovingly. But it will be destroyed if the adults are not careful. നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ അവര് ആ ഒരു രീതിയിലായിരിക്കും നമ്മളെ കാണുക. പക്ഷെ നല്ലൊരു ലവിങ് ആൻഡ് കെയറിങ്ങോടുകൂടി അവരെ അറ്റാച്ച് ചെയ്ത് അതായിരിക്കും കുട്ടികൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്. കുട്ടികളെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം. സത്യം, ക്ഷമ, കരുണ, സ്നേഹം എന്നിങ്ങനെയുള്ള മോറൽ വാല്യൂസ് അവരിൽ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവര് മറ്റൊരു രീതിയിലേക്ക്
ഒരു ഇവിലായിട്ടുള്ള ഒരു ഗുഡ് മാനേഴ്സ് അല്ലാത്ത രീതിയിലേക്ക് അവർ മാറി പോവുകയാണെങ്കിൽ അവർ അതിനെ തടയുകയും അതിന് നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യാന്നുള്ളതാണ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് ടു ടേക്ക് പ്ലേസ്, good and evil must be apparently differentiated in the environment. Adults should help by exaction the understanding of what is good and setting clear limits against detrimental or unsociable behaviors. അവർക്കൊരു ലിമിറ്റ്സ് അതിനുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസിൽ പറയുന്നത്. ഇത്രയും കാര്യം ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിരുന്ന, ബാക്കി ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. വളരെ നന്നായി തന്നെ ജസ്റ്റിന് പറഞ്ഞു. എല്ലാ ഏരിയയും കവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അത് കറക്റ്റ് മനസ്സിലാക്കി തന്നെ പറഞ്ഞു. ഡെവലപ്മെന്റ് ഓഫ് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറഞ്ഞു. വെരി ഗുഡ്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. കാരണം ഒരു കുട്ടിക്ക് നമ്മൾ വിചാരിക്കും കുട്ടികളല്ലേ എന്ത് ഇമോഷൻസ് അങ്ങനെ വിചാരിക്കും. പക്ഷെ അവരുടെ ഇമോഷണലും സ്പിരിച്വൽ ലൈഫും ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ചെറുപ്പത്തില് ചിലപ്പോ എന്തെങ്കിലും കണ്ട് പേടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കോ വലിയ വായിൽ കരയുന്നത് കുട്ടി വളരും തോറും കുട്ടിക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു. സപ്രസ് ചെയ്യല്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു. കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു. സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇതെല്ലാം അതിൽ 0 to 6 years വരെ അവരൊരു അബ്സോർബൻ മൈൻഡ് ആയിട്ടാണ് പറയുന്നത്. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവർ എന്തോ ഒരു സ്പോഞ്ച് പോലെ അവർ അബ്സോർബ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്തെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ അവരെ ഇമോഷൻസിനെ സ്പിരിച്വൽ ആയാലും ഇമോഷണൽ ആയാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാന്ന് പറയുന്നത്. അതിൽ ഓരോ സ്റ്റേജസും ആണ് ഇനി വരുന്നത്. അങ്ങനെ ഇന്ററാക്ഷൻസിലൂടെ അവർ എൻവിയോൺമെന്റുമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻസ്. അപ്പൊ എൻവിയോൺമെന്റ് പ്രോപ്പർ ആയിരിക്കണം. നല്ലൊരു സറൗണ്ടിങ്സിലായിരിക്കണം കുട്ടി ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു. അതില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നും വഴക്കിടുന്നു, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, അങ്ങനെ. ഒരു ചെറിയ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന 10 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി പുറത്തിറങ്ങിയിട്ട് വന്നിങ്ങനെ ചെവി പൊത്തി ഇങ്ങനെ ഇരിക്കുക. എവറി ഡേ ഇതിങ്ങനെ കാണുവാണ്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് കുട്ടിക്ക് പറ്റണില്ല. അപ്പൊ ഒരു പോലീസ് ഓഫീസർ ഈ കുട്ടിയെ കണ്ടിട്ട്, കാരണം അവരിങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നത് ഒരു സൈക്കോപാത്തിനെ കണ്ടുപിടിക്കുവാണ് ആ കേസില്. ആ കേസ് കഴിഞ്ഞ് ആളെ പിടിച്ച് അങ്ങനെ അവര് ആ കേസ് ആ സ്ഥലത്തുനിന്ന് പോവാൻ പോകുമ്പോഴാണ് അവിടെ താമസിച്ചപ്പോ ഈ കുട്ടിയുടെ സിറ്റുവേഷൻ എന്നും ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ പോലീസ് അന്നൊന്ന് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരതിനകത്ത് ഇടപെടാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഈ കുട്ടിക്ക് ഇയാള് മറ്റേ ഐപോഡ് എടുത്തു കൊടുക്കും, മറ്റേ പാട്ട് കേൾക്കാനായിട്ടുള്ള അതും ആ ചെറിയൊരു എക്യുപ്മെന്റുമായിട്ട് കൊടുക്കും. ഒരു കുട്ടിയോട് കേട്ടോളം പറയും. കേട്ടിട്ട് തമിഴ് ഫിലിം ഇസ് ഫോർത്തുള്ളി. എന്നിട്ട് അകത്ത് ചെന്ന് പാരന്റ്സിനെ സംസാരിക്കുന്നതും അങ്ങനെ ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ കാണണം. നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ നല്ലപോലെ ചെയ്താൽ ഞങ്ങളുടെ ജോലി കുറയുന്ന പോലീസുകാരൻ പറഞ്ഞിട്ട് വരും. അതായത് കുട്ടികള് കുറ്റവാളികളായിട്ട് മാറാൻ കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണെന്ന് പറയുവാണ്. ജെനറ്റിക്സ് മാത്രമല്ല, അവർ വളർന്നു വരുന്ന സാഹചര്യമാണ്. അപ്പൊ ശരിക്കും ആ ഒരു നല്ലൊരു എൻവയോൺമെന്റ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക, അത് തന്നെയാണ്. അതിന് പാരന്റ്സ് ഹോം തന്നെയാണ് ഫസ്റ്റ് എൻവയോൺമെന്റ്, കുട്ടി വളരുന്ന എൻവയോൺമെന്റ്. നമ്മള് അമ്മ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറയൂലേ, അമ്മയ്ക്ക് അധികം ടെൻഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല, സ്ട്രെസ് പാടില്ല, കുട്ടിയെ ബാധിക്കും. അപ്പൊ അപ്പോൾ തുടങ്ങി കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുകയാണ്. അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ കുട്ടികൾ പല കാര്യങ്ങളും, ഗുഡ് മാനേഴ്സ്, വാല്യൂസ്, എങ്ങനെയാണ് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷെയറിങ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അതെല്ലാം അവരുടെ ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ പഠിക്കുന്നു. അവർ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതൊക്കെ അവരുടെ ഇമോഷണൽ മെച്യൂരിറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, നമുക്കറിയാം ഒരു വേർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ്. പല ഏജിലുള്ള കുട്ടികളാണ്, 3 to 6 yearsലുള്ള കുട്ടികളാണ്. അപ്പൊ എൽഡർ കുട്ടികൾ യങ്ങർ വൺസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് യങ്ങർ വൺസ് വലുതാവുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയർ ചെറിയ കുട്ടികൾ പുതിയ ബാച്ചിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന സീനിയേഴ്സ് ഇവരെ നല്ല പോലെ കെയർ ചെയ്യും. ഇനി അഡൾട്ടിന്റെ റോള്, നമ്മൾ ഒരിക്കലും കുട്ടികളുടെ നേരെ ഷൗട്ട് ചെയ്യരുത്. ചീഡൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെ സ്കോൾഡ് ചെയ്യുക, അങ്ങനെ വഴക്ക് പറയുക, അങ്ങനത്തെ സിവിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഹാർഷായിട്ട് അവരോട് പെരുമാറുക, അങ്ങനെയല്ല ചെയ്യുന്നത്. അതൊക്കെ അവരെ ഡിസ്റ്റർബ് ചെയ്യും. അവർ തകർന്നു പോകാനും അതിന് കാരണമാവും. അഡൾട്ട്സ് ഒരു പാസീവായിട്ട് നിന്ന് കുട്ടിയോട് നല്ല സ്നേഹത്തോടു കൂടി
ആ രീതിയിൽ വളരെ അവരെ കെയർ ചെയ്ത് ഒക്കെ വളർത്തും. മോറൽ വാല്യൂസ് പല ബിലീഫിലുള്ളവരും പല റിലീജിയസ് ബിലീഫിലുള്ളവർക്ക് പല ബിലീഫാണ്. പക്ഷെ എന്ന് തന്നെയാലും അതെല്ലാം കുട്ടികളിലേക്ക് കൊടുക്കുന്നത് ഒരേപോലുള്ള മോറൽ വാല്യൂസ് ആണ്. അതായത് ലവ്, എന്താ പറയാ, ബ്രദർഹുഡ്, സഹോദര്യം, അങ്ങനെയുള്ളത് എല്ലാ മതങ്ങളുടെയും ഒരു മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ ഒരു ട്രഡീഷൻസ് അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ബിലീഫിലൂടെ ഒക്കെ പോകുമ്പോൾ കുട്ടികൾ അത് തന്നെ ഫോളോ ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു അസസ്മെന്റ് ടൂൾ പോലെ ഒരു ബുക്ക് വാങ്ങിയിട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 4 പാർട്ടായിട്ട് ബുക്കിനെ ഡിവൈഡ് ചെയ്യാം. പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് അതിന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡും സെക്കൻഡ് സ്റ്റേജ് അഡൾട്ട്ഹുഡും ആണ്. ഈ സ്റ്റേജസിനെ വീണ്ടും 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജും 2 പീരിയഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 പീരിയഡ് ടോട്ടൽ കിട്ടും. 0 to 12 ഇയേഴ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എങ്കിൽ അതിന് 0 to 6ഉം 6 to 12ഉം ആയിട്ടുള്ള 2 പീരിയഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ബർത്ത് തുടങ്ങി 6 വരെയുള്ള ആ ഒരു പീരീഡ് അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് മുഴുവൻ പറഞ്ഞത് ആ ഒരു ഏജിലുള്ള കുട്ടികളെ കുറിച്ചാണ്. നെക്സ്റ്റ് 6 to 12 ഇയേഴ്സ്. പിന്നെ അഡൾട്ട്ഹുഡിനെ 12 to 18 ആ ഒരു പീക്ക് ടൈം, ടീനേജിന്റെ ആ ഒരു പീക്ക് ടൈം, അതായിട്ടും 18 to 24 അടുത്ത ഒരു ആ ക്രോണപ്സ് ആകുന്ന ആ ഒരു മകതിരിവ് വന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രായം, മെച്യൂറായി ഒരു സെൻസ്, സംസാരിക്കുന്നതിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ നല്ലൊരു സെൻസ് കാണിക്കുന്ന ഒരു പ്രായം. നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു PG കഴിയുന്ന ഒരു പ്രായമാണ് ആ 24 എന്ന് പറയുന്നത്. ബ്രെയിൻ പൂർണ്ണമായിട്ടും ബ്രെയിനിന്റെ 2 സൈഡും ഡെവലപ്പ് ആകുന്ന ഒരു ടൈമാണ് 23 to 24 ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നല്ല പവർഫുൾ ആയിരിക്കും. പക്ഷെ ആ ടൈമില് നല്ല കോൺഫിഡൻസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ വരണമെങ്കിൽ അതിന്റെ പ്രീവിയസ് സ്റ്റേജസ് എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ അത് ഏർലി ആ ഒരു ഡേയ്സിനെ ബാധിക്കും. അഡൾട്ട്ഹുഡ് ആകുമ്പോഴും ഡെസ്പെയറും എനിക്കൊന്നും ആകാൻ പറ്റിയില്ല അങ്ങനെയുള്ള രീതിയിലുള്ള നിരാശകളും ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റേജസ് കാണാം. അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ആരെങ്കിലും ഒന്ന് വായിച്ചിട്ട് യു ക്യാൻ എക്സ്പ്ലെയിൻ പ്ലീസ്. യെസ്, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ആരുമില്ലേ? വായിക്കട്ടെ. According to Montessori, development takes place in stages. There are mainly 2 stages, namely childhood and adulthood. She divided these into 4 periods, which she called as formative planes. They are 0 to 6, first period, 6 to 12, second period, 12 to 18, third period, and 18 to 24, fourth period. മോണ്ടിസോറിയുടെ ഡെവലപ്മെന്റ് ബേസിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ് ആണ്. ഇതിനെ വീണ്ടും 4 പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്ന് 0 to 6 ഫസ്റ്റ് പീരിയഡ് ആൻഡ് 6 to 12 സെക്കൻഡ് പീരിയഡ്, 12 to 18 തേർഡ് പീരിയഡ് ആൻഡ് 18 to 24 ഫോർത്ത് പീരിയഡ്. അതിന്റെ ഒരു ചെറിയൊരു പിക്ചറൈസേഷൻ 99 പേജിലുണ്ട്. Childhood and adulthood. Caregivers and teachers need understand the period of development in order to aid the child or the young adult and to allow each child or young adult to maximize his own potential. Caregivers ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവരുടെ പീരിയഡ്സ് അല്ലെ ഡെവലപ്മെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുകയും അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. മോണ്ടിസോറി എക്സ്പ്ലെയിൻസ് ദീസ് പീരിയഡ്സ് വിത്ത് സം പർട്ടിക്കുലർ പോയിന്റ്സ്. There is a particular goal in development. For example, in the first period, the particular goal of the child is to follow his inner urges and create himself, his personality. ആദ്യത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ പർട്ടിക്കുലർ ഗോൾ ഓഫ് ദ ചൈൽഡ് ഈസ് ടു ഫോളോ ഹിസ് ഇന്നർ ഏർജസ്. ഉള്ളിലുള്ള ഏർജസ് ഫോളോ ചെയ്യാനും ആൻഡ് ക്രിയേറ്റ് ഹിംസെൽഫ്, സ്വന്തം എന്താ പറയുക, സ്വയമേ ക്രിയേറ്റ് ചെയ്യാനും ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്റ്റേജസ് ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജസ് 0 to 6. ദർ ഇസ് എ റെഡിലി ഐഡന്റിഫൈഡ് ഡയറക്ഷൻ ബീങ് അലൗഡ് ടു റീച്ച് ദ ഗോൾ.
readily being ma'am അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഞാൻ മുഴുവനായിട്ട് വായിക്കുക ആ ഒരു സംഭവം വെച്ചിട്ട് പാരഗ്രാഫ്. There is readily identified direction being followed to reach the goal. There is specific awareness gives to humans in each period. The child has special artistry to help him develop himself. They help with child development. She identifies them as the sensitive period and the absorbent mind. Each of these 4 planes of development builds upon the last, and as such, the faculty development in any one plane affects the successful completion of all others. ഓക്കെ ഫൈൻ. സോ നമ്മള് പീരീഡ് 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് മറിയ മോണ്ടിസോറി 4 ഫോർമേഷൻ, രൂപീകരണം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ കുട്ടികളുടെ ഡെവലപ്മെന്റ് നടക്കുന്ന 4 പ്ലെയിൻസിനെ പറ്റിയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതിലെ ചൈൽഡ്ഹുഡ് 2 പീരീഡ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ കുട്ടിയെ നോക്കുന്നവര്, കെയർ ഗീവേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഈ ഓരോ പീരീഡിലുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കറക്റ്റ് ഓർഡറിൽ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായത്. കുറെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തു, കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ നമ്മൾ മനസ്സിലാക്കി. സ്കൂളിൽ പോയപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. സ്കൂളിൽ വർക്ക് ചെയ്തവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഓരോ ഡെവലപ്മെന്റിനും ഓരോ ഗോൾ ഉണ്ടാകും. നമ്മുടെ മൈൽ സ്റ്റോൺസ് ആണ് അല്ലെ, ലൈഫ് സ്പാനിലെ മൈൽ സ്റ്റോൺസ് ആണ്, നാഴികക്കല്ലുകൾ എന്ന് പറയുന്നത്. ഓരോ ഡെവലപ്മെന്റും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഗോൾ പോസ്റ്റുകൾ ഉണ്ടാവും. ചിലയിടത്തൊക്കെ നമുക്ക് നല്ല സക്സസ് ആയിട്ട് ഗോൾ അടിക്കാനായിട്ട് പറ്റും, ചിലയിടത്ത് ചിലപ്പോൾ നമ്മളൊന്ന് ഡൗൺ ആയി പോകുമായിരിക്കും, പക്ഷെ വീണ്ടും നമ്മൾ ഡെവലപ്പ് അങ്ങനെ ആ രീതിയിൽ നമ്മൾ അവസാനം നമ്മുടെ മിഷനിലെത്തും. ആ ഒരു രീതിയാണ് ലൈഫ് സ്പാനിൽ ശരിക്കും വരുന്നത്. അപ്പോ അങ്ങനെ ഒരു ഐഡന്റിഫൈ, നമ്മൾ പറയില്ലേ ഉൾവിളി എന്ന് പറയില്ലേ, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഐഡന്റിഫൈഡ് ഒരു ഡയറക്ഷൻ ആ രീതിയിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഡു ദിസ് എന്നുള്ള രീതിയിൽ നമ്മളെ മുന്നോട്ട് ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് കുട്ടികളിലെ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമാണ് ഇവരുടെ ഈ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അവർ ഓൾറെഡി പ്രീവിയസ്ലി അവർ ചെയ്ത പല കാര്യങ്ങളും ഇവരുടെ മൈൻഡിൽ നല്ല പോലെ തറവായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇവർക്ക് ഈ ഡിറക്ഷൻ കൊടുക്കുന്നത്, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഡിറക്ഷൻ കൊടുക്കുന്നത്. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ ആ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പോയിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നോക്കി എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റോർഡ് ആണ്. അതാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഒരു എക്സാം എഴുതാനായിട്ട്. നമ്മുടെ ഗോള് ആ എക്സാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെയാണ് കുട്ടി ചെയ്യുന്ന ഓരോ ടാസ്കും. കുട്ടികൾ പല കാര്യങ്ങളുമായിട്ട്, എൻവയോൺമെന്റിലെ പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഇവരുടെ ആ ഒരു സെൻസിറ്റീവ് പീരീഡ് ഒക്കെയാണ് ഇവരെ ട്രിഗർ ചെയ്യുന്നത്. ആ ഒരു അബ്സോർബൻ മൈൻഡും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് എല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ച് അത് റിട്രീവ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് പീരീഡ്. ആ ഫസ്റ്റ് പീരീഡ് ഒരു ചെറിയ പാരഗ്രാഫേ ഉള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പീരീഡിന്റെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 0 to 6 years വരെയുള്ളത്. അതിലെ 0 to 3 years എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മെമ്മറിയാണ്. 3 years കഴിയുമ്പോഴാണ് ഇവരുടെ മെമ്മറി കോൺഷ്യസ് ആകുന്നത്, ഡെവലപ്പ് ആകുന്നത്. ആ രീതിയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ 0 to 6 years അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും തന്നെയാണ്. നമ്മൾ ഓരോ സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴും അവരും പറയുന്നുണ്ട് മൂവ്മെന്റും സെൻസസും യൂസ് ചെയ്തിട്ടാണ് കുട്ടി ആദ്യം എല്ലാം പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് 0 to 6 years ഈ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കുട്ടി പോകുന്നത്. അപ്പൊ 0 to 6 years ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ. നമുക്കതിന് കാര്യമായിട്ട് പറയാനില്ല, കാരണം ഓൾറെഡി നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ലോ ഓഫ് വർക്ക്, പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, പിന്നെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിന്റെ ഡെവലപ്മെന്റ്. അങ്ങനെ ഓരോന്നും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ആ ഏജ് കാറ്റഗറിയുടെ. എന്നാലും ആ പാരഗ്രാഫ് ഒന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യൂ പ്ലീസ്. ഫസ്റ്റ് പീരിയഡ് 0 to 6 years. The first period 0 to 6 years is marked by fast and intense changes in the overall development of the child.
physically, cognitively, socially, and emotionally during this period. Child's main purpose is to create himself. During this period, children make use of special sensitivity to help themselves in their development of personality. Their development takes place as the predetermined psychic pattern unfold with the help of an absorbent mind and sensitive period of interaction with their another ma'am, their Ambience. ambience. Using these periods of development, Montessori was able to examine the natural laws, psychic pattern at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life, and stage of growth. നമ്മൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് 0 to 6 years, ബർത്ത് തുടങ്ങി 6 yearsൽ വരുന്നത്. പിന്നെ അവർക്ക് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. എൻവിയോൺമെന്റ് എങ്ങനെയുള്ള എൻവിയോൺമെന്റ് ആണ്? ആംബിയൻസ്, അതായത് വെൽക്കമിങ് എൻവിയോൺമെന്റ്, ഒരു ഇഷ്ടം തോന്നണം അവർക്ക് ആ എൻവിയോൺമെന്റിലൂടെ, അല്ലാതെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എൻവിയോൺമെന്റ് അല്ല. അതുകൊണ്ടാണ് ആംബിയൻസ് എന്ന് പറയുന്നത്. നല്ലൊരു, നമ്മൾ പറയില്ലേ വീട്ടില് ഫുഡ് വാങ്ങിച്ചു കഴിക്കാന്ന് പറയുമ്പോൾ നമുക്ക് റെസ്റ്റോറന്റിൽ പോയി കഴിക്കാം, ആ ഒരു ആംബിയൻസ് അവിടെ കിട്ടുള്ളൂ എന്നുള്ളത്. ആ ഒരു വെൽക്കമിങ് എൻവിയോൺമെന്റ് ആണ് അതിന്റെ ആ ഒരു രീതികൾ അതൊക്കെ. അപ്പൊ കുട്ടികൾക്കും അങ്ങനെ ഒരു വെൽക്കമിങ് എൻവിയോൺമെന്റ്, സ്കൂള് തുറക്കുമ്പോൾ സ്കൂള് വളരെ ഭംഗിയാക്കും അല്ലെ, കുട്ടികളെ വെൽക്കം ചെയ്യാനായിട്ട് നല്ല രീതിയിൽ നല്ല കളറ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം ഭിത്തിയിലൊക്കെ വരച്ച് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെയുള്ള ഫർണിച്ചേഴ്സും അതിന്റെ കളറും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ആംബിയൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പീരീഡ്. ഈവൻ തോ നമുക്കറിയാം നല്ല രീതിയിൽ ഡോക്ടർ മറിയ മോണ്ടിസോറി റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അത് പക്ഷെ 6 years വരെയുള്ള അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ ആ മെത്തേഡൊക്കെ വളരെ സയന്റിഫിക് ആയിരുന്നു. അത് നല്ല പോപ്പുലർ ആവുകയും ചെയ്തു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, കാലഹരണപ്പെട്ടു പോയില്ല, എപ്പോഴും നല്ല അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ ബാക്കിയുള്ള ഏജ് പീരീഡില് ഡോക്ടർ മോണ്ടിസോറിക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും നൽകാൻ പറ്റിയില്ല. അവരുടെ ഫൈൻഡിങ്സ് ഒന്നും അത്ര സയന്റിഫിക്കോ അല്ലെങ്കിൽ അതിലൊന്നും കാര്യമായ വിശദീകരണങ്ങളോ അനാലിസിസോ ചെയ്യാനായിട്ട് അവർ ഇൻകേപ്പബിൾ ആയിരുന്നു. എന്നാലും അവരുടെ ഫൈൻഡിങ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങള് ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ ഈ പാർട്ട് 3-ലെ? ഓക്കെ, AMI എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മറിയ. അതില് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഡോക്ടർ മറിയ മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അത് അവർ ഡെൻമാർക്കിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ ടെക്സ്റ്റ് സൗത്ത് അമേരിക്ക എന്ന് എന്തോ ആണ് കിടക്കുന്നത്. ഓക്കെ, ഇത് പറയാൻ കാരണം നമുക്കറിയാം നമ്മള് കോഴ്സ് ഇപ്പൊ പഠിക്കുന്നത്, അതായത് ഇപ്പൊ മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ഈ ഭാഗങ്ങളെല്ലാം ഒതന്റിക് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. അതായത് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ വായിൽ നിന്ന് വന്ന കാര്യങ്ങൾ മുഴുവനുമാണ് മോണ്ടിസോറി തിയറി മെത്തേഡ്സിൽ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ അല്ലാതെ റിലേറ്റഡ് കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് കഴിഞ്ഞു അല്ലെ, പാർട്ട് 1, പാർട്ട് 2 ഒക്കെ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി, അതിലെല്ലാം അപ്ഡേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ലൈക്ക് ഹെൽത്ത് ആൻഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ നിങ്ങൾക്ക് വാക്സിനേഷന്റെ ടേബിള് നമ്മൾ പുതിയത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാക്സിനേഷൻ ടേബിൾ ആണ് നമ്മൾ ഫോളോ ചെയ്തത്, അവിടെ അപ്ഗ്രേഡ് ചെയ്തു. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് എന്നുള്ള ഓതന്റിക് മെത്തേഡ് തന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറി എങ്ങനെയാണോ അത് ഡിസൈൻ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് AMI ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെ AMI എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. ആ ഇന്റർനാഷണലിന്റെ സ്പെല്ലിങ്ങിന്റെ വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ NAL അല്ല ലാസ്റ്റ് ചെയ്തത്, NALE ആണ് കേട്ടോ. ഇറ്റലിയില് ഈ ചേർത്ത് അങ്ങനെ അവർ എൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് തന്നെയായിരിക്കും അതങ്ങനെ ആയത്. ഈ MMI മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ,
നിങ്ങളൊരു ഗവൺമെന്റ് സ്കൂളും ഒരു മാനേജ്മെന്റ് സ്കൂളും തമ്മിലുള്ള വ്യത്യാസം പോലെ ഒരു നിയർ എക്സാമ്പിൾ ആണ്. ഗവൺമെന്റ് സ്കൂള് സ്ട്രിക്ട്ലി ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. മാനേജ്മെന്റ് സ്കൂളുകളിൽ ആ മാനേജ്മെന്റിന് തീരുമാനിക്കാം പെട്ടെന്ന് ഒരു ചേഞ്ചസ് വരുത്തണോ, ഇത് മാറ്റണോ, അത് തീരുമാനിക്കാം. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ അതിനൊരു റെസ്ട്രിക്ഷൻസ് പോലെയുണ്ട്, ഒരു ലിമിറ്റേഷൻ. MMI എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് സ്കൂൾ പോലെയാണ്, മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ. അപ്പൊ അവര് സിറ്റുവേഷൻ അനുസരിച്ച് അവര് മെത്തേഡിൽ ചേഞ്ചസ് വരുത്തും. രണ്ടും ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെ. പക്ഷെ MMIയിൽ അവർ കുറച്ച് മോഡേൺ, അതായത് ഇപ്പൊ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ചില സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്ലാസ്റ്റിക് കൊണ്ടുള്ള മെറ്റീരിയൽസ് കാണാം. അപ്പൊ അവര് പിന്നെ അതുമല്ല, ചില പാരന്റ്സ് ഡിമാൻഡ് ചെയ്യില്ലേ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കണം, കോപ്പി റൈറ്റിംഗ് കൊടുക്കണം, പോസിഷൻ കൊടുക്കണം, എഴുതാൻ കൊടുക്കണം, പരീക്ഷ നടത്തണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പാരന്റ്സിന്റെ ഡിമാൻഡ്സിനനുസരിച്ച് കോഴ്സ് ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും, ഡിസൈൻ ചെയ്യും. അതാണ് MMIയും AMIയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിലും ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടുപേരും മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ AMI ഓത്തന്റിക് മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി പറഞ്ഞത് എന്താണോ അതേപോലെ ഫോളോ ചെയ്യുന്നെങ്കിൽ MMI മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്നു, പക്ഷെ അവരുടേതായ ചില കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. ഒരു മോഡേൺ അപ്രോച്ച്, കാലത്തിനനുസരിച്ച് അവരൊന്ന് മാറും. അങ്ങനെ ഇപ്പൊ പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് അമേരിക്ക സ്വന്തമായിട്ട് അവരുടേതായ രീതിയിൽ AMS എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ മോണ്ടിസോറി സൊസൈറ്റിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ അവരാക്കി. അമേരിക്ക ഒരു ഡോമിനന്റ് കൺട്രി ആണ്. അവര് മറ്റുള്ളവരുടെ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അവർക്കത് അവരുടേതാക്കി ഒരു ടച്ച് ആക്കി വെക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവിടുത്തെ സ്കൂളുകളെല്ലാം ഒരു AMS എന്നുള്ള ആ ഒരു രീതിയിൽ അമേരിക്കൻ മോണ്ടിസോറി സൊസൈറ്റി സംതിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ പോകുന്നത്. ഞാൻ കുറെ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് പേര് അഡ്മിഷൻ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. നമ്മളിപ്പോ ട്രെയിനിങ് തരുമ്പോ മോണ്ടിസോറി തിയറി മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഓത്തന്റിക് ആയിട്ടുള്ള ഡോക്ടർ മോണ്ടിസോറിയുടെ തിയറി മെത്തേഡ്സും അതിന്റെ ആപ്ലിക്കേഷനുമാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളൊരു കുട്ടീനെ കാണുമ്പോൾ കുട്ടിക്ക് അനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളില് പ്യുവർ മോണ്ടിസോറി പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുന്നു, ഒരു മോഡേൺ അപ്രോച്ചിലേക്ക് മാറുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. ബോത്ത് ആർ ഗുഡ്. ലൈക്ക് രണ്ടും ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ്. എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ യു ക്യാൻ ക്ലാരിഫൈ. നമ്മൾ പറയാം ഞങ്ങൾ AMI മോഡലിലാണ് പഠിച്ചത്, മോണ്ടിസോറിയുടെ ഓതന്റിക് മെത്തേഡ് അപ്രോച്ചാണ് ഞങ്ങൾ പഠിച്ചതും പ്രാക്ടിക്കലിൽ അപ്ലൈ ചെയ്തതും. പക്ഷെ മോഡേൺ ആയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാനും താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ. രണ്ടും നെഗറ്റീവ് ഒന്നുമല്ല. ക്ലിയർ ആയോ AMIയും MMIയും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ ഫൈൻ. കുട്ടികൾ കുറെ പേര് ചോദിക്കുന്നു AMI എന്താണ്, MMI എന്താണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. കുറേ ഉണ്ട്, അത് പിന്നെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ രണ്ടിനെ കുറിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്, ഷെയർ ചെയ്തു. പിന്നെ ജപ്പാൻ, ചൈന അവരൊക്കെ ഓത്തന്റിക് ആയിട്ടുള്ള മെത്തേഡിൽ ഫോളോ ചെയ്യുന്നവരാണ്. ഇറ്റലിയിലൊക്കെ ആ ഒരു ഓത്തന്റിക് മെത്തേഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു, ഒരെണ്ണം മോഡേൺ അപ്രോച്ചിൽ ഡിസൈൻ ചെയ്തു. ബേസ് ഫണ്ടമെന്റൽസ് എല്ലാം സെയിം തന്നെ, പക്ഷെ മോഡേൺ അപ്രോച്ച്. അതാണ് ചില കുട്ടികൾ ഷെയർ ചെയ്തിരുന്നു. ഞങ്ങൾ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോൾ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ടോയ്സ് ഇരിക്കുന്ന കണ്ടു. പക്ഷെ ഇൻ എഫക്ട് അതിന്റെ ഒരു വുഡൻ ടച്ച് കിട്ടുന്ന പോലെയല്ല, പ്ലാസ്റ്റിക്കിലെ ടച്ച് ഉള്ള ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ സെക്കൻഡ് പീരീഡ് നെക്സ്റ്റ്. സെക്കൻഡ് പീരീഡിലേക്ക് പോവാം അല്ലെ. സെക്കൻഡ് പീരീഡിലെ കുറച്ച് ചേഞ്ചസും സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് മാറി ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുന്നതാണ് സെക്കൻഡ് പീരീഡിൽ പറയുന്നത്. ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം പറയുന്നുണ്ട്. അതൊരു 5 പോയിന്റ്സിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക, ഒരാൾ വായിക്കുക, അടുത്ത ആള് ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും കൂടെ ഒരുമിച്ച് വായിക്കും. യെസ് പ്ലീസ്. Second period, 6 to 12 years. In the second period, Montessori examined changes in direction of development and children's focus. Children's focus changes from one of self-creation to the development as social beings.
At this stage, children have new powers. In the earlier period, the absorbent mind and sensitive periods help a child in his development. However, in the second period, these are replaced by what Montessori referred to as psychological characteristics. Changes in the second period are as follows. സെക്കൻഡ് പീരീഡ് ആകെ വ്യത്യാസം അബ്സോർബർ എന്തും വിഴുങ്ങുന്ന ആ ഒരു സ്വഭാവം മാറി കുറച്ചൊന്ന് അവര് ലോജിക്കലി ഒക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു ടൈമാണിത്. അവര് വെച്ചാൽ ഫുള്ളി ലോജിക്കലി ചിന്തിക്കാനുള്ളതൊന്നും 6 ഇയേഴ്സിൽ നിന്ന് കിട്ടില്ല. എന്നാലും അവരൊന്ന് ലോജിക്കലി ഇത് ശരിയല്ലല്ലോ, അവർക്ക് അതാണ് വൈ ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ് അവർ നന്നായി ചോദിക്കുന്നതും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമേ അവരത് ഫോളോ ചെയ്യുള്ളൂ, ആ ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് റീപ്ലേസ് ചെയ്യുവാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇതാണ് ഈ ഒരു പീരീഡിൽ വരുന്ന ഒരു ചേഞ്ച്. കാണുന്നതും കേൾക്കുന്നതും അപ്പാടെ വിഴുങ്ങില്ല, അതിന്റെ ഓതന്റിസിറ്റി, ആ ഒരു ഫാക്ട് മനസ്സിലാക്കി അവർ കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യുള്ളൂ. സോ അപ്പൊ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് മെന്റൽ ചേഞ്ചസ്. പ്ലീസ് വായിക്കട്ടെ മാം. Physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. Next, mental changes, ma'am. Okay, mental changes. In the first period, children work with the materials to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existing relationship with what is already there. Children are very interested in knowledge during this period. Dr. Maria Montessori wrote, all other factors sink into insignificance beside the importance of feeding the hunger with the intelligence and opening cast fields of knowledge to eager exploration. Okay, miss. ഓക്കെ, സോ ഫിസിക്കൽ ചേഞ്ചസ് നമുക്കറിയാം. കുട്ടികളുടെ പല്ലൊക്കെ പോയി മറ്റേ പെർമനന്റ് ടീത്ത് വരുന്നത് അതൊക്കെ ആ ഒരു സമയത്ത്. പിന്നെ അവർക്കൊരു ബെറ്റർ ഇമ്മ്യൂണിറ്റി പവർ വരുന്ന ഒരു സമയമാണ്. പിന്നെ കൂടുതലായിട്ട് ഫിസിക്കൽ എക്സസൈസസ്, അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ, കളികൾ, അങ്ങനെയുള്ള ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നും. മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് തോന്നുന്നു. ബോഡിയിൽ ചില ചേഞ്ചസ് വരും. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ചേഞ്ചസ്. പിന്നെ ഈ ഒരു സമയത്ത് ഇവരുടെ ഇമാജിനേഷനും പവർ ഓഫ് അറ്റൻഷനും ഒക്കെ വളരെ ലിമിറ്റ്ലെസ് ആണ്. അവരുടെ ടാലൻസ് കൂടും, ക്രിയേറ്റീവ് ടാലൻസ് കൂടും. ഈ ഒരു ഏജിലാണ് സ്കൂളിൽ എക്സിബിഷൻ, അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ളതിലൊക്കെ ഇവർ ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. പലതും പല പല ഐഡിയാസ് ഉണ്ടായിരിക്കും. അവരുടെ മൈൻഡിൽ പല പല കാര്യങ്ങളും അവർ വളരെ കോൺസെൻട്രേഷനോട് കൂടി അവർ ചെയ്യാനായിട്ട് തുടങ്ങും. അവർ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നാണ് ഓരോ ഇൻഫർമേഷൻസും കൺസ്യൂം ചെയ്യുന്നത്. അതെല്ലാം എന്നിട്ട് അവർ മനസ്സിലിട്ട് അനലൈസ് ചെയ്ത് അതിനെ നല്ലൊരു നോളജ് ആക്കി മാറ്റുന്നു. അറിവുകൾ സമ്പാദിക്കുക, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു പ്രായത്തിൽ അവർക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആ ക്യൂരിയസ് മൈൻഡിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ക്യൂരിയസ് മൈൻഡ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു. Curious mind. As a child's absorbent mind disappears, a new way of relation to the environment demonstrates. It is the functioning of the environment and the relationship within it which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher functions required for analysis. Analysis allows children to compare, deduce, and arrive at a conclusion. So
ക്യൂരിയസ് മൈൻഡ്സ് എന്ന് പറഞ്ഞു. ആ ഒരു WH ക്വസ്റ്റ്യൻസ് അത് ചോദിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഹൗ, വെൻ, വെയർ ആൻഡ് വൈ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില പാരന്റ്സ് വളരെ ക്ഷമയോടുകൂടി എല്ലാത്തിനും നല്ല രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കുന്ന കാണാം അല്ലെ. അത് അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും എല്ലാം അവർക്ക് കമ്പയർ ചെയ്യാൻ, പലതും കമ്പയർ ചെയ്യാനും അങ്ങനെ നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താനും അവർക്ക് കൺഫ്യൂഷൻസ് ഇല്ല. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി, അതിപ്പോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ ശരിയായി മനസ്സിലാക്കി കറക്റ്റ് ഒരു നിഗമനത്തിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താനായിട്ട് കഴിയും. ഇതെല്ലാം എൻവിയോൺമെന്റുമായിട്ടുള്ള കണക്ഷൻസും സോഷ്യലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് വരുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ ചേഞ്ചസ്. During this period, children follow their independence. They distance themselves from their environment. Children endeavor for further independence in both actions and thoughts. It is important to note that children do not seek to leave their parents, but his role as a child in the family unit. Children are now starting to have friends and form their own peer group outside the family. Children in this age group play social games and they form new rules from their many experiences. സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അല്ലെ. പലപ്പോഴും കുട്ടികളുമായിട്ട് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, പിയർ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് പല സോഷ്യൽ ഗ്രൂപ്പ് ഗെയിംസിലും അങ്ങനെയൊക്കെ പങ്കെടുക്കാനും, ഫാമിലിയുടെ ഒരു ഭാഗമാണെങ്കിൽ കൂടിയും ഔട്ട്സൈഡ് ദ ഫാമിലി അവർക്ക് നല്ല കണക്ഷൻസ് ഉണ്ട്. അവര് സോഷ്യലൈസ് ചെയ്യാൻ ഫ്രണ്ട്സ് ഫോം ചെയ്യുന്നു, അങ്ങനെയെല്ലാം നടക്കും. സോഷ്യൽ ഗെയിംസും അങ്ങനെ കാര്യങ്ങളും അവർ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിലൂടെ. ജസ്റ്റ് ആ ഒരു സോഷ്യൽ എന്തെങ്കിലും ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഗെയിംസിലൂടെ അവർക്ക് വാല്യൂസും അവരുടെ ഉള്ളിൽ വരുവാണ്. ലൈക്ക് ചീറ്റ് ചെയ്യരുത്, അങ്ങനെ വിക്ടറി എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പല വാല്യൂസും ത്രൂ ദിസ് സോഷ്യൽ ഗെയിംസ് അവർക്ക് വരും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. Yes, please. Okay. With new development of moral sense. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral sense. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also form the attitude of the behavior of others. Children may seek adult assistance for the acceptable behavior. The children interested in judging behaviors extend to a new interest in justice and compassion for others. Maria Montessori wrote, it is in the 6 years that one may note the beginning of an orientation towards moral questions, towards the judgment of acts. This is preoccupation belongs to an interior sensitivity, the conscience. It is at the age that the concept of justice is born simultaneously with the understanding of the relationship between one's acts and the needs of the others. Another interesting characteristic of children in this stage is their admiration for heroes, stars, and great personalities. It is therefore important to help children realize between realistic and unrealistic acts that need of others. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ക്യൂരിയസ് മൈൻഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവർക്ക് അങ്ങനെ ക്രിയേറ്റീവ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് കൂടുതലായിട്ട് മനസ്സിലാവും. കുട്ടികൾ തുടങ്ങുമ്പോൾ ഇൻഫൻസി സ്റ്റേജിലൊക്കെ അവർക്ക് കോൺക്രീറ്റ് ഐഡിയാസേ മനസ്സിലാവുകയുള്ളൂ. അത് ഡെവലപ്പ് ചെയ്ത് അവരുടെ ഏജ് പ്രോഗ്രസീവ് ആവുന്ന സമയത്താണ് അവർക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒരു 7 years ആ ഒരു ടൈമൊക്കെ കഴിയുമ്പോൾ. കുട്ടി സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഏജ് ഒക്കെ ആവുമ്പോഴാണല്ലോ സബ്ട്രാക്ഷൻ ഒക്കെ പഠിക്കുന്നത്. കറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബോറോ എടുക്കണം, അങ്ങനെയൊക്കെ അതൊക്കെ അസ്യൂം ചെയ്താ ചെയ്യുന്നത്. സോ അബ്സ്ട്രാക്ട് ഐഡിയയിലേക്ക് അവർക്ക് വരുന്നു ഒരു 6 years ഒക്കെ കഴിയുമ്പോഴേക്കും.
അങ്ങനെ അതുപോലെ അങ്ങനെ അതെല്ലാം മനസ്സിലാക്കുന്നു. പിന്നെ ഒരു അവർക്കൊരു സെൻസ്, അവർക്ക് തന്നെ ഒരു മോറൽ സെൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രൂപ്പ് ആയിട്ട് ഗെയിംസ് എല്ലാത്തിലൂടെ അവരിൽ വാല്യൂസ് ഉണ്ടാവുകയാണ്. കുട്ടികള് ഇൻട്രസ്റ്റ് കാണിക്കും, റൈറ്റ് റോങ്, അവർ ജസ്റ്റിസ് അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇവർ നമ്മളും എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായാൽ അവർ നമ്മളെയും ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോഴത്തെ ജനറേഷൻ സി പ്രത്യേകിച്ച് നമ്മളെയും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞാന് എന്റെ മോന് എന്ത് ആക്ഷൻ അതിൽ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മളോ അവനെ ഒന്ന് തൊട്ടിനെ തിരിച്ചവൻ അത് ചെയ്തിരിക്കും. അവന്റെ ഒരു സംഭവം അത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ തേർഡ് ലോ അതുപോലെയാണ് അവന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോ ഞാൻ എപ്പോഴും പറയും എൽഡർ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചപ്പടി ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കേ. അപ്പൊ ഒരു ദിവസം എന്റെ മോൾ എന്തോ ചെയ്തു. അപ്പൊ അവൻ പറയാ മൂത്തവടെ നേരെ കൈ നീട്ടാൻ പാടില്ല എന്നാ പറഞ്ഞേ. അപ്പൊ അവന് അവളോട് പറയാ, അറിയില്ലേ ചെറിയവരുടെ നേരെ കൈ നീളാൻ പാടില്ല. അവളോട് അത് നേരെ ഉൾട്ടിയാക്കിട്ട് അവരോട് പറയാ. കുട്ടികൾക്ക് അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നേരെ തിരിച്ച് ചെയ്യാ, അതിന് ചോദ്യം ചെയ്യാന്നുള്ളതാണ്. എന്താ അങ്ങനെ, അതെന്തിനാ ചെയ്യുന്നേ എന്ന് ചോദിക്കും. എന്ത് ചെയ്യും? അവരെല്ലാം അപ്പൊ ഒബ്സർവ് ചെയ്യുന്നു അല്ലെ, അവര് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരിൽ പല ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നു. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ബിഹേവിയർ, ചിലപ്പോൾ അച്ഛൻ കാണിക്കുന്ന പോലെ അമ്മ കാണിക്കുന്ന പോലെ ആ ഒരു ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ തന്നെ ഫോം ചെയ്യുന്നു. പലപ്പോഴും അവർ അഡൾട്ടിന്റെ അസിസ്റ്റൻസ്, അക്സെപ്റ്റബിൾ ബിഹേവിയർ അങ്ങനെ അവർ ചോദിക്കാറുണ്ട് അഡൾട്ടിന്റെ അസിസ്റ്റൻസ് പല കാര്യങ്ങളിലും. അത് റൈറ്റ് വേയിലുള്ള ഒരു സപ്പോർട്ട് ആണെങ്കിൽ അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതേസമയം അവര് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലൊരു ടീച്ചർ ആണെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവര് പുറത്തൊരു അഡൾട്ടിനെ അവര് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ശരിക്കും അത് ചിലപ്പോ റോങ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മുതിർന്ന ആളുകളുമായിട്ടുള്ള ചില കൂട്ടുകെട്ട് ചില കുട്ടികളെ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ് അങ്ങനെയൊക്കെയുള്ള കമ്പാഷൻ, മറ്റുള്ളവരോട് എനിക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആ രീതിയിലൊക്കെ, ഈ ഒരു രീതിയിലൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ അവര് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പലപ്പോഴും മോറൽ ക്വസ്റ്റ്യൻസ് അവർ പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മോറൽ വാല്യൂസിന്റെ ഡെവലപ്മെന്റ് ആണ് കാണുന്നത്. അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ അവർ രശ്മിന മോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു കോൺസെപ്റ്റ്സ്, ആ ഒരു മനസ്സാക്ഷി എന്ന് പറയണത് അവരെപ്പോഴും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഗൈഡൻസ് പോലെ വരും. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്റെ കണ്ണിന്റെ സൈഡിൽ ഒരു ചെറിയൊരു വര പോലെ കണ്ടു, ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ. ഇപ്പൊ ആദ്യം പറയാൻ വേണ്ടി വന്നു, പിന്നെ പാട് പറയുന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതെന്താ അങ്ങനെ എന്നോട് പറയാത്ത. അപ്പൊ അവൻ പറയാ, ഫ്രണ്ട്സിന്റെ കാര്യം അങ്ങനെ ഫ്രണ്ട്സിനെയൊന്നും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ശരി. അപ്പൊ ഞാൻ കൊറേ ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ജസ്റ്റ് നമ്മൾ തമ്മിൽ അടിയുണ്ടായി, അപ്പൊ ഞാൻ വീണു, എന്റെ തല ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഇല്ല അത് ഫ്രണ്ട്സിന്റെ കാര്യം നമ്മളങ്ങനെ പറയാൻ പാടില്ല, ചെറിയൊരു കാര്യം സംഭവിച്ചതല്ലേ, അതുകൊണ്ട് സാരമില്ല എന്ന് വിചാരിച്ചു ഞാൻ. ഏത് ക്ലാസ്സിലാണ്? UKG. അതാണ് അവരുടെ കൺസേൺ, അതൊരു കൺസിഡറേഷൻ ആണല്ലേ ശരിക്കും. എന്നോട് പറയാത്ത രീതിയിൽ അവൻ അത് കൺസേൺ ചെയ്തു, ആ കുട്ടിയെ അവൻ പരിഗണിച്ചു. അതാ ഞാൻ ഇന്നലെ നോക്കിയത്. ഞാൻ ടീച്ചറോട് ഞാൻ പറയണോ, ജസ്റ്റ് ഞാൻ അവന്റെ പ്രതികരണം എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. വേണ്ട അതൊന്നും പറയണ്ട ഉമ്മ, അത് ചെറിയൊരു രീതിയിൽ സംഭവിച്ചതല്ലേ, അത് സാരമില്ല, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അവര് സൂപ്പർ ഹീറോസിനോടുള്ള ഒരു താല്പര്യം, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അങ്ങനെയുള്ളതിനോടൊക്കെ താല്പര്യം. ചിലപ്പം ഇത് റൈറ്റ് ആണോ, മീൻസ് റിയൽ അൺറിയൽ അത് പെട്ടെന്ന് അവർക്ക് കണക്ട് ആവില്ല. ഫിലിം മൂവിയിൽ കാണുന്ന ഹീറോ അങ്ങനെയാണ് ശരിക്കും ഹീറോ ആവേണ്ടത്. കാരണം ഇപ്പോഴത്തെ മൂവിയില് റോങ് മെസ്സേജുകളാണല്ലോ കിട്ടുന്നത്. ഹീറോസ് ഇങ്ങനെ സ്മോക്ക് ചെയ്തും ഡ്രിങ്ക്സ് കഴിച്ചും ആളുകളെ തല്ലിയും ഒരു വില്ലനിസം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് ഇപ്പൊ മിക്ക മൂവീസിലും കാണുന്നത്. അപ്പൊ കുട്ടികൾ അതൊക്കെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് അവർക്ക് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. ദിസ് ഇസ് നോട്ട് ദ റിയൽ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുട്ടികളെ സ്പൈഡർമാന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ സ്പൈഡർ എന്നെ കടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്
ആ ഒരു രീതിയിൽ ഒക്കെ നടക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെ അതൊക്കെ ആ ഒരു ഹീറോസിനോടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഈ സ്പൈഡർ കളിച്ചാൽ സ്പൈഡർമാൻ എന്ന് മിക്ക കുട്ടികളും ചോദിക്കും. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, അതിൽ ആ ഒരു പീരീഡിലെ ലാസ്റ്റ് വൺ ആണ് എടുത്തത്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. പ്ലീസ് ഞാൻ വായിക്കട്ടെ മാം. താങ്ക് യു. Development of imagination. New power of developed in children and during this stage. They have the capacity of visualize. In the first period, Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she left that children in the first period need to learn to relate to the reality of life. During she felt fantasy, fable, and myths should play a key role in the moral understanding and exploration of feeling and emotion. ഓക്കെ, തേർഡ് പീരീഡ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, അതുകൂടെ പറയാം. ഓക്കെ, കുട്ടികളിൽ പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി കൂടുന്നു, ക്യൂരിയസ് മൈൻഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു, അങ്ങനെ അവരിലെ ഇമാജിനേഷന്റെ ഒരു ഡെവലപ്മെന്റ്. ഈ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഫാന്റസിയുമായിട്ട് കണക്റ്റഡ് ആകരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഫാന്റസി, കെട്ടുകഥകള്, ഫേബിൾ, മിത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഒരു റോൾ പ്ലേ ആയിട്ട് ഒന്നും കൊടുക്കരുത്. റിയൽ ഹീറോസിന്റെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മള് ഫാന്റസി വേൾഡിലേക്കൊന്നും അത്ര പോയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഞാനൊക്കെ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ വായിച്ച സമയത്ത് ആലീസിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ലോകത്തായി പോകും. അവര് റിയാലിറ്റിയുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കണം. അപ്പൊ റിയൽ ഹീറോസിന്റെ സ്റ്റോറീസ് ഒക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ. ഫാന്റസി എല്ലാരും റീൽസ് ഒക്കെ കണ്ടിട്ട് അവരുടെ ജീവിതം അല്ല മിക്കവരും ആഗ്രഹിക്കുന്നത്. റിയാലിറ്റി എന്താണെന്ന് ചിന്തിക്കുന്നില്ല. അവര് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നതാണ് പല കുട്ടികളുടെയും വിചാരം. അതെ, അത് ഡോക്ടർ അതിന് ഇമാജിനേറ്റീവ് പവർ അവരുടെ നല്ലൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് വേണം. അല്ലാതെ അത് ഇങ്ങനെ ഫാന്റസി പോലുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആകരുത് എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. നെക്സ്റ്റ്, തേർഡ് പീരീഡ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചോളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Third period. അതിന്റെ ഇൻട്രൊഡക്ഷൻ. 12 to 20 years. Montessori regarded adolescence as a period of great susceptibility. അഫക്ട് ചെയ്യുന്നു ആ ഒരു ഏജിൽ, അതാ പറയുന്നത് സക്സസിബിലിറ്റി. Okay. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescents as a self-conscious. Adolescents are interested in social organization and other people of the world. She referred to these psychological characteristics as an abstract social sentiment for humankind, in which he follows to understand people's behavior in the work as a whole, including the past. Need for calm and solitude. അത് വായിക്കട്ടെ. Okay. Need for calm and quiet. She believed that adolescents have a need for calm and solitude if they were to build a sense of the self and the world. They are replete with doubts, hesitations, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for the strengthening of self-confidence. Okay, miss. ഓക്കെ, സോ തേർഡ് പീരീഡ് 12 to 18 years, അതായത് ആ ഒരു പീക്ക് ടൈം അല്ലേ, ടീനേജ്, അതിന്റെ ഒരു പീക്ക് ടൈം. മറിയ മോണ്ടിസോറി ഒരു ഗ്രേറ്റ് സക്സെപ്റ്റബിലിറ്റി ആ ഒരു പീരീഡ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അത് എന്തും ഇവരെ എഫക്ട് ചെയ്യും. ഇവർക്കൊരു ഷൈനസ് വരും, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. മുടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായോ കുറേ നേരം
കണ്ണാടിയുടെ മുന്നിൽ ഉണ്ടാവുമായിരിക്കും. ഡ്രസ്സ് അതൊക്കെ ഒരു ഭയങ്കര കോൺഷ്യസ് ആണ്. എല്ലാം അവരെ ബാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒരു എനർജറ്റിക് ആ ഒരു മൂഡും ഒക്കെ ആയിരിക്കും. ഒരു സെൽഫ് കോൺഷ്യസ് ആണ്. പിന്നെ അത് തന്നെ ഇവരുടെ ഫസ്റ്റ് പീരീഡിലെ പോലെ തന്നെ പല കാര്യങ്ങളും ഒരു സെൽഫ് മെയ്ഡ് ആകുന്ന ഒരു പീരീഡും കൂടിയാണ് ഈ ഒരു 12 to 18 എന്ന് പറയുന്നത്. ഈ കുട്ടികളിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു പീക്ക് ടൈം, അവരാരാണ്, ഹൂ ആം ഐ എന്നുള്ളത് അവര് തന്നെ തിരിച്ചറിയുന്ന ഒരു സമയം. അതിപ്പോ അവര് പഠിക്കുന്ന കോഴ്സിലാണെങ്കിലും ഇനി എന്ത് ജോബിലേക്ക് ഞാൻ പോകണം, എന്റെ കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് ഇവർക്ക് അതിന് വേണ്ടുന്ന നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ചില സമയത്ത് ഇവർ വളരെ കാം സോളിറ്റ്യൂഡ് അത് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആളുകളായിരിക്കും. പക്ഷെ അങ്ങനെ ലോൺലി ആയി പോകുന്നതല്ല, അവരത് അങ്ങനെ ഒരു ഫേസിൽ ഇരിക്കാനായിട്ട് അവരിഷ്ടപ്പെടും. പലപ്പോഴും ഡൗട്ട്സ് ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അവരങ്ങ് ആകെ ഡിസ്കറേജ് ആയി പോകും, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ആ രീതിയിലൊക്കെ അവർ പോകും. അവർ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് അഷെയിംഡ് ആവും, പിന്നെ കോൺഫിഡൻസ് കുറയും. ഇതൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അവരെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കുന്നത്. കൺഫ്യൂഷൻസ് ഒക്കെ ഇവർക്ക് വരും. പഠിക്കുന്ന കാര്യമാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരും. ഇപ്പൊ നെക്സ്റ്റ് അതിന്റെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ 4th പീരീഡ് അത് അഡൾട്ടായി മാറുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡൾട്ടായി മാറുന്നു എന്നുള്ള രീതിയിൽ വരും. നെക്സ്റ്റ് നമ്മൾ അത് കഴിയുമ്പോൾ 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതിന് കുറെ സെൻസിറ്റീവ് പീരീഡുകൾ, പല പല കാര്യങ്ങളിൽ 6 ഏരിയയിലുള്ള സെൻസിറ്റീവ് പീരീഡ് ആണ്. സെൻസിറ്റീവ് പീരീഡിനെയും അബ്സോർബൻ മൈൻഡിനെ കുറിച്ചിട്ടാണ് 4th യൂണിറ്റ് സെൽഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ അതിന് ഓരോ പീരീഡ് ആയിട്ട് ഓരോരുത്തർ ക്ലാസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വരും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ ബൈ. Bye, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.